നമസ്കാരം. സിറിയയിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണമാണ് നടന്നത്. വിമതർ അധികാരം പിടിക്കുകയും പ്രസിഡന്റ് ബാഷർ റഷ്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ഇസ്രായേൽ സൈന്യം ഡമാക്കസിന് സമീപം എത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ബാഷറിന്റെ പാത പിന്തുടർന്നാൽ അതേ ഗതി തന്നെയായിരിക്കും വിമതർക്കും വരികയെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. സിറിയയിലെ രാസായുധ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. നിരവധി യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ ഇതിനോടകം തന്നെ തകർത്തു കളഞ്ഞു. തിങ്കളാഴ്ച രാത്രി അൽ ബെയ്ദ, ലദാക്കിയ തുറമുഖങ്ങളിലാണ് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയത്. അതിനിടെ പശ്ചിമേഷ്യയുടെ മുഖം തങ്ങൾ മാറ്റുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരുന്നു. ബാഷറിന്റെ ഭരണത്തിന്റെ തകർച്ച പുതിയതും നാടകീയവുമായ ഒരു അധ്യായമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി ആക്രമണങ്ങളാണ് സിറിയയിൽ ഇസ്രായേൽ നടത്തിയത്. ഒന്നും രണ്ടുമല്ല, 480-ലധികം ആക്രമണങ്ങൾ ഇസ്രായേൽ ഇതിനോടകം തന്നെ സിറിയയിൽ നടത്തിക്കഴിഞ്ഞു. തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ കൈവശപ്പെടുത്തി. ഇവിടുത്തെ ബസർ സോണിലേക്കും അതിനപ്പുറത്തേക്കും ഇസ്രായേൽ കരസേനയെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. വിമതർ ഭരണം പിടിച്ച സിറിയയുടെ 70 മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. സിറിയയിൽ ഇസ്രായേൽ അടിച്ചു കയറിക്കഴിഞ്ഞു. ഇസ്രായേൽ സിറിയയിൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ ന്യായീകരിക്കുന്നുമുണ്ട്. ഭീകരരുടെ കൈവശം രാസായുധം എത്താതിരിക്കാനാണ് ഇത്രയുമധികം ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 2 നാവിക കേന്ദ്രങ്ങളിലായി 15 നാവികസേന കപ്പലുകൾ, വിമാനവേധ മിസൈലുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ എന്നിവയെല്ലാം ഇതിനോടകം തന്നെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ മാറ്റിപ്പാർപ്പിച്ചു. ബഷറിന്റെ ഭരണം വീണ ദിവസം പശ്ചിമേഷ്യയ്ക്ക് ചരിത്ര ദിനമാണെന്ന് കൂടി ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാൻ നേതൃത്വം നൽകുന്ന ചെകുത്താന്റെ അച്ചുതണ്ടിന്റെ പ്രധാന കണ്ണിയുടെ പതനമാണിതെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഓർമ്മിപ്പിച്ചു. അതിനിടെ ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടുമെന്ന് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജനാനി അറിയിച്ചിട്ടുണ്ട്. ബാഷർ ഭരണകൂടത്തിന്റെ സുരക്ഷാ സേനയെ ഇല്ലാതാക്കുമെന്നുകൂടി ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം രാജ്യത്തിന്റെ പുറത്തു കഴിയുന്ന ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരുമെന്നും എല്ലാ പൗരന്മാരെ സംരക്ഷിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്നുകൂടി സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറയുന്നുണ്ട്. ബാഷർ രാജ്യം വിട്ടതോടെ ബാത്ത് പാർട്ടിയുടെ പ്രവർത്തനം അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചു. 53 വർഷം നീണ്ട ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിന് ഇതോടെ അന്ത്യമായി എന്ന് വേണം കരുതാൻ. പാർട്ടിയുടെ വെബ്സൈറ്റിലൂടെയാണ് വിവരം പുറത്തുവിട്ടത്. പാർട്ടിയുടെ സ്വത്തുക്കളും ഫണ്ടുകളും സാമ്പത്തിക മന്ത്രാലയങ്ങളുടെ മേൽനോട്ടത്തിൽ വിട്ടുകൊടുക്കും. കൂടാതെ വരുമാനം സിറിയൻ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിക്കും. ഇസ്രായേൽ സിറിയയുടെ മേൽ കൂടുതൽ പിടിമുറുക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.